പുതിയൊരു വാരഫലത്തിലേക്ക് എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അശ്വതി തുടങ്ങി രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെയും ഒരാഴ്ചത്തെ ഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആദ്യമായി അശ്വതി നക്ഷത്രം. ബന്ധുക്കളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിജയം കൈവരിക്കും. തൊഴിൽ സാധ്യത കാണുന്നുണ്ട്. അമിത ജോലിഭാരം ഉണ്ടാകും. അപവാദങ്ങൾ കേൾക്കാൻ ഇടവരും. ചോദ്യം ചെയ്യൽ അനുഭവപ്പെടാം. ഞായറാഴ്ച അനുകൂല ദിവസമാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഈശ്വരാനുഗ്രഹം അനുകൂലമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. പല കാര്യങ്ങളും തുടങ്ങുന്നതിന് ആഗ്രഹമുണ്ടെങ്കിലും അവ പ്രവൃത്തിപഥത്തിലെത്തിക്കുവാൻ കാലതാമസം നേരിടും. പൂർവിക കുടുംബ ഗൃഹം പൊളിക്കുന്നതിന് പ്രേരണയുണ്ടാകും. വെള്ളിയാഴ്ച ഭാഗ്യ ദിവസമാണ്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കുടുംബജീവിതം പൊതുവെ ഭദ്രമായിരിക്കും. ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ തൃപ്തികരമായിരിക്കും. സന്താനങ്ങളിൽ നിന്നും മുതിർന്നവർക്ക് ചില നീരസങ്ങൾ അനുഭവത്തിൽ വരും. നഷ്ടം വന്നു ചേരുന്ന സാഹചര്യമുണ്ട്, ശ്രദ്ധിക്കണം. ചൊവ്വാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് രോഹിണി നക്ഷത്രം. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. ധനപരമായ നേട്ടം ഉണ്ടാകും. കർമ്മരംഗത്ത് പുരോഗതിക്ക് സാധ്യത. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തും. പ്രണയ സാഫല്യമുണ്ടാകും. പങ്കാളിത്ത കച്ചവടത്തിൽ ചില അസ്വാരസ്യങ്ങളുണ്ടാകും. ബുധനാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് മകയിരം നക്ഷത്രമാണ്. സന്താന ഭാഗ്യം ഉണ്ടാകും. ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കും. ഏതുവിധ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാനാകും. കുടുംബത്തിൽ അമിതമായ ചിലവുകൾ വരാൻ ഇടയുണ്ട്. പിതൃതുല്യരുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. ശനിയാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. അറിവ് നേടുവാനും പകർന്നു കൊടുക്കുവാനും അവസരമുണ്ടാകും. ആത്മവിശ്വാസവും പ്രവർത്തനക്ഷമതയും വർദ്ധിക്കും. ആഗ്രഹിച്ച വിദേശ യാത്രയ്ക്ക് അനുമതി ലഭിക്കും. വ്യവസ്ഥകൾ പാലിക്കുവാൻ അഹോരാത്രം പ്രയത്നിക്കും. തിങ്കളാഴ്ച അനുകൂലമാണ്. അടുത്തത് പുണർന്നം നക്ഷത്രമാണ്. മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകും. ഗൃഹനിർമ്മാണം പുനരാരംഭിക്കും. സുഹൃത്തിൻ്റെ സമയോചിതമായ ഇടപെടൽ അപകീർത്തി ഒഴിവാക്കുവാൻ സഹായകരമാകും. ചർമ്മസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യദിനം ചൊവ്വാഴ്ച. അടുത്തത് പൂയം നക്ഷത്രമാണ്. വ്യവസായം നവീകരിക്കും. ഗുരുനാഥൻ്റെ ഉപദേശം സ്വീകരിച്ച് പുതിയ കർമ്മ പദ്ധതിക്ക് രൂപം നൽകും. കലാകായിക രംഗങ്ങളിൽ വിജയിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കും. വിദ്യാർത്ഥികൾക്ക് അത്ര നല്ല സമയമല്ല. ഭാഗ്യദിനം വ്യാഴാഴ്ച. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. നീതിന്യായങ്ങൾ നടപ്പിലാക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും. ഉപരിപഠനത്തിന് അന്യസംസ്ഥാന യാത്ര പുറപ്പെടും. അശ്രദ്ധ കൊണ്ട് ധനനഷ്ടം ഉണ്ടാകും. ഔദ്യോഗിക ചുമതലകൾ വർദ്ധിക്കും. രോഗപീഠകൾ അലട്ടും. ശനിയാഴ്ച അനുകൂല ദിവസമാണ്. അടുത്തത് മകം നക്ഷത്രമാണ്. കുടുംബ ഭദ്രത, ബന്ധുജന സംഗമം എന്നിവയുണ്ടാകും. യന്ത്രങ്ങളിൽ നിന്നും കാർഷിക വ്യാപാര പ്രവർത്തനങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം കൈവരിക്കും. കലാകായിക രംഗത്തുള്ളവർക്ക് അനുകൂലമായ കാലമാണ്. മാതൃഗൃഹത്തിൽ അല്പം സാമ്പത്തിക ക്ലേശം ഉണ്ടാകും. തിങ്കളാഴ്ച അനുകൂല ദിവസമാണ്. അടുത്തത് പൂരം നക്ഷത്രമാണ്. പുതിയ ജോലി സാധ്യത കാണുന്നുണ്ട്. സഹോദരങ്ങളുമായി നല്ല ബന്ധത്തിലാകും. അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്നതിനിടയുണ്ട്. ശാരീരിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ധനനഷ്ടം ഉണ്ടാകും. ഗൃഹം വിട്ടു നിൽക്കേണ്ടി വരും. ഭാഗ്യദിനം വ്യാഴം. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കും. സേവന സാമർഥ്യത്താൽ കാര്യവിജയം ഉണ്ടാകും. മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കും. ഗൃഹ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടും. കഫ നിർദോഷ പീഡകൾ അലട്ടും. ഞായറാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് അത്തം നക്ഷത്രം. കൃഷിയിൽ നിന്നും വ്യാപാരത്തിൽ നിന്നും കൂടുതൽ വരുമാനം ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. കൂട്ടുചേർന്ന് ബിസിനസ്സിനിറങ്ങും. ബിസിനസ്സിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകും. വാഹന ഉപയോഗത്തിൽ ശ്രദ്ധ വേണം. ഭാഗ്യദിനം തിങ്കളാഴ്ച. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. പുതിയ സ്നേഹബന്ധങ്ങൾ വന്നു ചേരും. സാമ്പത്തിക നില ഉയരും. യാത്രകൾ പോകേണ്ടി വരും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കും. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സ തേടും. കൂട്ടുകച്ചവടത്തിൽ ശ്രദ്ധിക്കുക. ഭാഗ്യദിനം വെള്ളി. അടുത്തത് ജ്യോതി നക്ഷത്രമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. സന്താനങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കും. അലർജി, നേത്രരോഗം എന്നിവയ്ക്ക് സാധ്യത.
കാർഷിക രംഗത്തുള്ളവർക്ക് അപ്രതീക്ഷിത നഷ്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യദിനം ഞായർ. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വ്യവഹാരങ്ങളിൽ വിജയിക്കും. വിദേശ യാത്രയ്ക്ക് അവസരം ഉണ്ടാകും. വ്യാപാരത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. ഏജൻസി, കമ്മീഷൻ തുടങ്ങിയ ഏർപ്പാടുകളിൽ നിന്നും വരുമാനം ലഭിക്കും. വിചാരിക്കാത്ത ചില നഷ്ടങ്ങൾ വന്നു ചേരും. ഭാഗ്യദിനം ചൊവ്വാഴ്ചയാണ്. അടുത്തത് അനിഴം നക്ഷത്രമാണ്. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. നറുക്കെടുപ്പിലും സമ്മാന പദ്ധതികളിലും വിജയിക്കും. പല കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടി വരുന്നതിനാൽ മനസ്സമാധാനം നഷ്ടപ്പെടും. ഭാഗ്യദിനം ബുധനാഴ്ചയാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും മോചനം ഉണ്ടാകും. സിനിമ, സീരിയൽ രംഗത്തുള്ളവർക്ക് മികച്ച വാരമാണ്. സർക്കാരിൽ നിന്നും ആനുകൂല്യം ലഭിക്കും. കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. വീഴ്ച മൂലം പരിക്ക് പറ്റുവാൻ സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യദിനം വ്യാഴം. അടുത്തത് മൂലം നക്ഷത്രമാണ്. വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയുണ്ടാകും. ഭൂമിയിൽ നിന്നും വാടക ഇനത്തിൽ നിന്നും കൂടുതൽ ആദായം ലഭിക്കും. വേണ്ടപ്പെട്ടവരുടെ വിയോഗം മനസ്സിനെ അസ്വസ്ഥമാകും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. ഭാഗ്യദിനം വെള്ളിയാഴ്ചയാണ്. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. ദീർഘകാല നിക്ഷേപങ്ങളിൽ പണം നിക്ഷേപിക്കും. വ്യാപാരത്തിൽ അനുകൂലമായ മാറ്റമുണ്ടാകും. ദൈവാധീനം അനുകൂലം. പൈതൃക സ്വത്ത് ലഭിക്കും. യാത്രകൾ ചെയ്യേണ്ടി വരും. വാഹനം, യന്ത്രം തുടങ്ങിയവ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. വ്യവഹാരങ്ങളിൽ വിജയിക്കും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ്. ചതിയിൽപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മോശം സമയമാണ്. ഭാഗ്യദിനം ബുധനാഴ്ചയാണ്. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. ആത്മാർത്ഥ സുഹൃത്തിനെ അബദ്ധങ്ങളിൽ നിന്നും രക്ഷിക്കും. ദാമ്പത്യ സൗഖ്യവും സമാധാനവും ഉണ്ടാകും. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കും. യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ്. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. പങ്കാളിയോടൊപ്പം താമസിക്കുവാൻ വിദേശ യാത്ര പുറപ്പെടും. ഉദ്യോഗത്തോടനുബന്ധമായ ഉപരിപഠനത്തിന് ചേരും. വാക്കുതർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. മറ്റുള്ളവർ പറയുന്നതെല്ലാം ശരിയാണെന്ന് കരുതരുത്. ഭാഗ്യദിനം ബുധനാഴ്ച. അടുത്ത ചതയം നക്ഷത്രമാണ്. കടം കൊടുത്ത സംഖ്യ തിരികെ കിട്ടും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. നിയമപരമല്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ മേലധികാരികളിൽ നിന്നും നിർദ്ദേശം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് കഠിന പ്രയത്നത്തിലൂടെ മാത്രമേ വിജയം കൈവരിക്കുവാൻ സാധിക്കൂ. ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ്. അടുത്തത് പൂരുരുട നക്ഷത്രമാണ്. തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട യാത്രകൾ വേണ്ടിവരും. പൂർവിക സ്വത്ത് ലഭിക്കും. കാർഷിക രംഗത്ത് പുരോഗതി ഉണ്ടാകും. വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയ്ക്ക് സാധ്യത. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത. ഭാഗ്യ ദിവസം തിങ്കളാഴ്ചയാണ്. അടുത്തത് ഉത്തരട നക്ഷത്രമാണ്. വിദേശയാത്രാ തടസ്സം നീങ്ങും. വിവാഹം നടക്കും. സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ മാറ്റം ഉണ്ടാവുകയില്ല. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ധനകാര്യ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. ശനിയാഴ്ച ദിവസം അനുകൂലമാണ്. അവസാനമായി രേവതി നക്ഷത്രമാണ്. നയപരമായ സമീപനത്താൽ ഉദ്ദിഷ്ടകാര്യ വിജയം ഉണ്ടാകും. പുത്രപൗത്രാദികൾക്ക് വിദേശത്ത് നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. ഉദ്യോഗം നഷ്ടപ്പെടുമെങ്കിലും നിലനിൽപ്പിന് ആധാരമായ മറ്റൊരു ഉദ്യോഗം ലഭിക്കും. മുൻകോപം നിയന്ത്രിക്കണം. ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.